അറബ് ഇസ്ലാമിക രാജ്യങ്ങളുടെ സംയുക്ത മന്ത്രിതല സമിതി ഇസ്രായേലിന്റെ ഗസയിൽ പൂർണ്ണ സൈനിക നിയന്ത്രണം ഏർപ്പെടുത്താനുള്ള നീക്കത്തെ ശക്തമായി അപലപിച്ചു. ഇത് അന്താരാഷ്ട്ര നിയമത്തിന്റെ നഗ്നമായ ലംഘനമാണെന്നും ഫലസ്തീൻ ജനതയ്ക്കെതിരായ ക്രൂരതകളുടെ തുടർച്ചയാണെന്നും അവർ പറഞ്ഞു. ഈ സമിതി നിയോഗിക്കപ്പെട്ടത് സംയുക്ത അറബ് ഇസ്ലാമിക ഉച്ചകോടിയിലൂടെയാണ്. ബഹ്റൈൻ, ഈജിപ്ത്, ഇന്തോനേഷ്യ, ജോർദാൻ, നൈജീരിയ, ഫലസ്തീൻ, ഖത്തർ, സൗദി അറേബ്യ, തുർക്കി, ബംഗ്ലാദേശ്, ചാഡ്, ജിബൂട്ടി, ഗാംബിയ, കുവൈത്ത്, ലിബിയ, മലേഷ്യ, മൗറിത്താനിയ, ഒമാൻ, പാകിസ്ഥാൻ, സൊമാലിയ, സുഡാൻ, UAE, യമൻ തുടങ്ങിയ രാജ്യങ്ങൾ സമിതിയിൽ ഉൾപ്പെട്ടതാണ്. കൂടാതെ അറബ് ലീഗും ഓർഗനൈസേഷൻ ഓഫ് ഇസ്ലാമിക് കോർപ്പറേഷനും ഈ സമിതിയിൽ ഉൾപ്പെടുന്നു. ഇസ്രായേലിന്റെ ഈ പ്രഖ്യാപനം അപകടകരവും അസ്വീകാര്യവുമായ ദുഷ്പ്രവൃത്തിയാണെന്ന് സമിതി വ്യക്തമാക്കി. ഇത് നിയമവിരുദ്ധ അധിനിവേശം സ്ഥാപിക്കാനും ബലപ്രയോഗത്തിലൂടെ ആധിപത്യം നടപ്പാക്കാനുമുള്ള നീക്കമാണ്. കൊലപാതകം, പട്ടിണി, ഭൂമി പിടിച്ചെടുക്കൽ, നിർബന്ധിത കുടിയിറക്കൽ, കുടിയേറ്റ ഭീകരത എന്നിവയുടെ തുടർച്ചയാണിത്. ഇവ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങളായി കണക്കാക്കാമെന്നും അവർ പറയുന്നു. ഈ നടപടി സമാധാനത്തിനുള്ള അവസരങ്ങളെ ഇല്ലാതാക്കുകയും സംഘർഷം ലഘൂകരിക്കാനുള്ള ശ്രമങ്ങളെ ദുർബലപ്പെടുത്തുകയും ചെയ്യുമെന്നും സമിതി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ 2 വർഷമായി ഗസയിലെ ജനജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും ബാധിക്കുന്ന ആക്രമണവും ഉപരോധവും ഫലസ്തീൻ ജനത നേരിടുന്നു. വെസ്റ്റ് ബാങ്കിലും കിഴക്കൻ ജെറുസലേമിലും സമാനമായ ലംഘനങ്ങൾ തുടരുന്നു. ഈ അപകടകരമായ സാഹചര്യത്തിന്റെ വെളിച്ചത്തിൽ സംയുക്ത പ്രസ്താവനയിൽ മുന്നോട്ട് വെക്കുന്ന പ്രധാന കാര്യങ്ങൾ ഇവയാണ്: ഗസയിലെ ഇസ്രായേൽ ആക്രമണം ഉടനടിയും സമഗ്രമായും അവസാനിപ്പിക്കുക, ഭക്ഷണം, മരുന്ന്, ഇന്ധനം എന്നിവയുൾപ്പെടെ മാനുഷിക സഹായം നിരുപാധികമായി അനുവദിക്കുക, ദുരിതാശ്വാസ ഏജൻസികളുടെ പ്രവർത്തന സ്വാതന്ത്ര്യം ഉറപ്പാക്കുക, വെടിനിർത്തൽ നടപ്പാക്കുകയും തടവുകാരെയും ബന്ദികളെയും കൈമാറുകയും ചെയ്യുക, ഈജിപ്ത്, ഖത്തർ, US ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുക, ഗസയുടെ അറബ് ഇസ്ലാമിക പുനർനിർമ്മാണ പദ്ധതി ഉടൻ തുടങ്ങുക, കെയ്റോയിലെ സമ്മേളനത്തിൽ പങ്കെടുക്കുക, ഫലസ്തീനികളെ ഭൂമിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമങ്ങൾ നിരസിക്കുക, ജെറുസലം പുണ്യസ്ഥലങ്ങൾ സംരക്ഷിക്കുക, ജോർദാന്റെ പങ്ക് അംഗീകരിക്കുക, ദുരാഷ്ട്ര പരിഹാരം നടപ്പാക്കി 1967 UN പ്രമേയങ്ങൾക്കനുസൃതമായി കിഴക്കൻ ജെറുസലേം ആസ്ഥാനമാക്കി സ്വതന്ത്ര ഫലസ്തീൻ രാഷ്ട്രം സ്ഥാപിക്കുക. ഗസയിലെ വംശഹത്യക്കും മാനുഷിക ദുരന്തത്തിനും ഇസ്രായേൽ പൂർണ്ണമായും ഉത്തരവാദിയാണെന്നും സമിതി വ്യക്തമാക്കി. സൗദി, ഫ്രാൻസ് സമ്മേളനങ്ങൾ ഫലം നടപ്പാക്കുക, ഗസയിലെ യുദ്ധം അവസാനിപ്പിക്കാനുള്ള സമയബന്ധിത നടപടികൾ ആരംഭിക്കുക, ഇവയെല്ലാം സംയുക്ത പ്രസ്താവനയിൽ ഉൾപ്പെട്ടതാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഈ വിമർശനങ്ങൾക്കിടയിലും തന്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുന്നതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഈ സംഭവ വികാസങ്ങൾ മേഖലയിലെ സമാധാന ശ്രമങ്ങളെ ബാധിക്കുമെന്ന് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. Waytonikah.com, the exclusive Muslim matrimonial site.